ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു നൈറ്റിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ടാണ്. ഫ്രണ്ട് സൈഡിൽ ബോക്സ് പ്ലീറ്റും ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടുള്ളൊരു നൈറ്റിയാണിത്. ഇപ്പോൾ തടിയുള്ള ആൾക്കാർക്കും സ്ലിമ്മായ ആൾക്കാർക്കൊക്കെ ഒരുപോലെ മാച്ച് ചെയ്യുന്ന ഒരു അടിപൊളി നൈറ്റിയാണ്. അപ്പോൾ ഇതിന് ഞാനിവിടെ 3 മീറ്റർ ഫാബ്രിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ യോക്കിന് പൈപ്പിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ മെറൂൺ കളർ ഫാബ്രിക് കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മീറ്ററിന് 70 രൂപ റേറ്റ് വരുന്ന ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കണോട് ഒന്ന് എനേബിൾ ചെയ്യുക. ഫ്രണ്ട് സൈഡിൽ പ്ലീറ്റ്സ് വരുന്നുണ്ട്. നമ്മളിവിടെ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ തുണി 4 ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ബാക്ക് സൈഡിലെ മെഷർമെൻ്റ് ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ നമുക്കിവിടെ ലെങ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഡബിൾ എക്സൽ സൈസിൻ്റെ മെഷർമെൻ്റ് ആണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത്തിനോട് കൂടിയിട്ട് 1.5 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്തിട്ട് അതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 54 ഇഞ്ചാണ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ഷോൾഡർ നമുക്ക് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 7.5 ഇഞ്ചിന് കൂടെ 1/2 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്തിട്ട് 8 ഇഞ്ച് ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്ന് നേരെ താഴോട്ടേക്ക് ആം ഹോള് 8.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് നമുക്ക് ഇതേപോലെ സ്ട്രൈറ്റായിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം. ആം ഹോൾ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നമുക്കിനി ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചെസ്റ്റ് നമുക്ക് ഇവിടെ 46 ഇഞ്ചാണ് നമ്മുടെ ചുറ്റളവ് വരുന്നത്. അപ്പോൾ അതിൻ്റെ 4-ൽ1 ഭാഗമാണ് എടുക്കേണ്ടത്. അപ്പം നമുക്ക് 11.5 ഇഞ്ചാണ്. അപ്പോൾ ഞാനിവിടെ 12 ഇഞ്ച് റൗണ്ട് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്തിട്ട് നമുക്കിവിടെ 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൈക്കുഴി മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്ന് 14 ഇഞ്ചിലേക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഇതേപോലെ ഒരു ലൈൻ കൊടുക്കുക. അതിനുശേഷം ഈ ഒരു കോർണറിൽ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ 1.5 ഇഞ്ചിലൂടെ നമുക്കൊന്ന് കൈക്കുഴി കേവ് ചെയ്ത് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ഷേപ്പ് നമ്മളൊരു 14 ഇഞ്ച് അല്ലെങ്കിൽ 15 ഇഞ്ച് ലെങ്ത്തിൽ നമുക്ക് ചെസ്റ്റിനേക്കാളും 1 ഇഞ്ച് ലെസ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഇവിടെ ഷേപ്പ് 11 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്ത് 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 24 ഇഞ്ച് ലെങ്ത്തിലാണ് ഹിപ്പ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചെസ്റ്റിൻ്റെ സെയിം മെഷർമെൻറ്റ് തന്നെ ഇവിടെ 14 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാർക്ക് ചെയ്ത് വെച്ച പോയിൻറ്റ്സൊക്കെ ഒന്ന് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി അടിവശത്തേക്ക് നമ്മൾ ഇതേപോലെ വീതി കൂട്ടിയിട്ട് ലൈൻ കൊടുക്കുക. ഇനി നെക്സ്റ്റ് നെക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച്, ലെങ്ത്ത് നമുക്ക് 2.5 ഇഞ്ചോ അല്ലെങ്കിൽ 3 ഇഞ്ചോ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്തിട്ട് ഞാനിവിടെ 2.5 ഇഞ്ചാണ് നെക്ക് മാർക്ക് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഒരു ബോക്സ് പോലെ വരച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലൂടെ ഒരു റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മാർക്ക് ചെയ്ത് വെച്ച ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് മാത്രമാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഫ്രണ്ട് സൈഡ് അതിൻ്റെ അടിവശത്തുണ്ട്, നമ്മളത് കട്ട് ചെയ്ത് പോകരുത്. നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡ് മാത്രം ഒരു പാർട്ട് മാത്രമാണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. നൈറ്റിയിൽ പ്ലീറ്റ്സ് വരുന്നതിൻ്റെ വ്യത്യസ്ത മോഡൽ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്ലീറ്റഡ് നൈറ്റി ഇഷ്ടമാണെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഷോൾഡർ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ ബാക്ക് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ബാക്ക് സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. നെക്സ്റ്റ് ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ച ഈ ഒരു ഭാഗത്ത് പ്ലീറ്റ്സിന് വേണ്ടിയിട്ട് നമുക്കൊരു 4 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബാക്ക് പാർട്ട് എടുത്തിട്ട് നമ്മൾ ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ച ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ ബാക്ക് പാർട്ട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അടിവശത്തേക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് ക്രോസ് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. കാരണം അടിവശത്ത് നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ അതേ വിഡ്ത്ത് തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് ക്രോസ് ചെയ്ത് വെച്ചിട്ട് അടിവശത്തേക്ക് വീതി കുറച്ച് അടിവശത്തേക്ക് ഇതേപോലെ
ക്രോസാക്കി ഒരുമിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഈ സെയിം മെഷർമെൻ്റ് ഒന്ന് ഫ്രണ്ട് പാർട്ടിൽ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു നൈറ്റി നമുക്ക് നല്ല ഷേപ്പിൽ നിൽക്കും കേട്ടോ. ഒരുപാട് തടിയുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ പ്ലീറ്റ്സ് ഉള്ള നൈറ്റി ഇട്ടാൽ വല്ലാതെ അങ്ങ് തടി തോന്നിക്കും. പക്ഷേ ഈ ഒരു നൈറ്റിക്ക് നമ്മൾ സിമ്പിൾ പ്ലീറ്റാണ് കൊടുക്കുന്നത്, ബോക്സ് പ്ലീറ്റാണ്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ നിൽക്കുന്നൊരു നൈറ്റിയാണ്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ലൈനിലൂടെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നെക്ക് നമ്മളിവിടെ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്താണ് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഷോൾഡർ, ബാക്ക് സൈഡത്തെ ഷോൾഡർ ഒന്ന് ഫ്രണ്ട് പാർട്ടിൽ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് നോച്ചിട്ട് കൊടുക്കുക. നമുക്കത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു പാർട്ടിലാണ് നമ്മളിവിടെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്തെടുക്കുക. ഞാനിവിടെ 9.5 ഇഞ്ച് ലെങ്ത്ത് അതേപോലെ തന്നെ എടുക്കുകയാണ്. നെക്സ്റ്റ് വിഡ്ത്താണ്. വിഡ്ത്ത് ഞാനിവിടെ 10.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്ലീവ് ഓപ്പൺ ഞാനിവിടെ 8 ഇഞ്ച്, 7 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്തിട്ട് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച 3 ഇഞ്ചിലേക്ക് ഇവിടുന്ന് ഇതേപോലെ ഒന്ന് കേവ് ചെയ്ത് വരച്ച് കൊടുക്കുക. അതിനുശേഷം സ്ലീവ് ഓപ്പണിലേക്കും ഇതേപോലെ ആ ലൈൻ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 1 ഇഞ്ച് വീതിയിൽ ഞാനിവിടെ ക്രോസ് പീസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് നെക്കിന് പൈപ്പിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് മെറൂൺ കളർ ഫാബ്രിക്കും നമ്മൾ ഇതേപോലെ 1 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്രോസ് പീസ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, എന്നാലേ ഉള്ളൂ പൈപ്പിംഗ് നമുക്ക് ആ കറക്റ്റായിട്ട് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കട്ടിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ആണ്. സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നെക്കിൻ്റെ സെൻറ്റർ ഒന്ന് ഇവിടെ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച നെക്ക്, ഇത് നമ്മുടെ നെക്കാണ്, നെക്കിൻ്റെ സെൻറ്ററാണ്. പിന്നെ അതേപോലെ തന്നെ ഷോൾഡറും നമ്മളിവിടെ നേരത്തെ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ ആദ്യം തന്നെ പ്ലീറ്റ്സ് കൊടുത്തതിന് ശേഷമാണ് നമ്മളിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പ്ലീറ്റ്സിന് വേണ്ടിയിട്ട് 4 ഇഞ്ചായിരുന്നു ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് വെച്ച ആ ഒരു പോയിൻറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 4 ഇഞ്ച് ഇതേപോലെ ടാപ്പ് വെച്ചതിന് ശേഷം നമുക്ക് പ്ലീറ്റ്സിന് വേണ്ടി 2 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ മറ്റേ സൈഡിലും നമ്മൾ ഇതേപോലെ ഷോൾഡർ മാർക്ക് ചെയ്ത് വെച്ച ആ ഒരു പോയിൻറ്റിലാണ് കേട്ടോ ടാപ്പ് വെക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് പോയിൻറ്റ്സ് ഇട്ട് കൊടുക്കുക. നമുക്ക് അവിടെ പ്ലീറ്റ്സ് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്ലീറ്റ്സ് കൊടുക്കുക. ബോക്സ് പ്ലീറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഒരേ സൈഡിലേക്കുള്ള പ്ലീറ്റ്സ് ആണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ആ 2 ഇഞ്ച് ഗ്യാപ്പിൽ 2 സൈഡിലേക്കും ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ ബാക്ക് പാർട്ട് എടുത്തിട്ട് രണ്ടും സെയിം വിഡ്ത്ത് തന്നെയല്ലേ എന്നൊന്ന് നോക്കാം. അപ്പോൾ 2 പാർട്ടും നമുക്കിവിടെ സെയിം കറക്റ്റ് മെഷർമെൻ്റ് തന്നെയാണ്. ഇനി അതിന് ശേഷം നമുക്കിവിടെ ഇതിൻ്റെ നെക്കിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 5.5 ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു 5.5 ഇഞ്ച് വരെ ഇതേപോലെ നീളത്തിൽ ആ പ്ലീറ്റ്സ് ഒന്ന് വെച്ച് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 13 ഇഞ്ച് വിഡ്ത്തും 10 ഇഞ്ച് ലെങ്ത്തുമുള്ള ഒരു ഫാബ്രിക് ഇതേപോലെ എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ നമ്മൾ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ക്യാൻവാസ് എടുക്കുന്നുണ്ടെങ്കിൽ സെയിം മെഷർമെൻറ്റിൽ തന്നെയുള്ള ഒരു ക്യാൻവാസ് എടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 3 ഇഞ്ച് വിഡ്ത്തും 5.5 ഇഞ്ച് ലെങ്ത്തുമുള്ള ഒരു നെക്കാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഹൈറ്റുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് 6 ഇഞ്ച് വരെ നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുക. അതിനുശേഷം ഇതൊരു ബോക്സാക്കി വരച്ചിട്ട് ഇവിടെ നിന്ന് അതേപോലെ ഒരു റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ സ്റ്റാർട്ടിങ് ഭാഗത്ത് നമുക്കിവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് മെല്ലെ മെല്ലെ ഞാൻ ഇതേപോലെ ടാപ്പ് മൂവ് ചെയ്തിച്ച് മെല്ലെ ഒന്ന് മെഷർമെൻറ്റ് കൂട്ടിയിട്ട് ഇതിൻ്റെ അടിവശത്ത് എത്തുമ്പോൾ ഞാനിവിടെ 3 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടമെന്ന് വിചാരിച്ചാൽ അതേപോലെ എടുക്കുക. അതിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ആ പോയിൻറ്റ്സൊക്കെ ഒന്ന് ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിവിടെ സെക്കൻഡ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ആ ഒരു ലൈന് നമുക്ക് സെയിം മെഷർമെൻറ്റിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ഈ മെറൂൺ ഫാബ്രിക് വെച്ചിട്ട് നമുക്കിതൊന്ന് പൈപ്പിംഗ് ചെയ്തെടുക്കണം. ക്യാൻവാസ് വെച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, വേണ്ടവർക്ക് കാണാം. അപ്പോൾ നമ്മൾ ഫാബ്രിക്കിൻ്റെ നല്ല വശവും ക്രോസ് പീസിൻ്റെ നല്ല വശവും തമ്മിൽ ഒരുമിച്ച് വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഒരു 1/4 ഇഞ്ച് തുന്നൽ തുമ്പ് ഇട്ടിട്ട് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി തയ്യൽ തുമ്പ് ചെറുതായിട്ടൊന്ന് ഇതേപോലെ കട്ടിട്ട് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ ചീത്ത വശത്തേക്ക് ഈ ക്രോസ് പീസ് മറിച്ചെടുക്കണം. എന്നിട്ട് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഇതിൻ്റെ ഉൾവശത്തേക്ക് ഇതേപോലെ ചെറുതായി ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതിൻ്റെ നല്ല വശത്ത് കൂടെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിയിൽ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചത് നീങ്ങി പോകുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇടയ്ക്ക് നോക്കിയിട്ട് ചെക്ക് ചെയ്യുക. എന്നിട്ട് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഫുള്ളായിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് മാക്സിയിൽ നെക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഞാനൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ നെക്ക് ഇതിൽ ഒരു സൈഡിൽ മാത്രമേ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് മറ്റേ സൈഡിലേക്കും ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചൊരു ലൈനാണ്. അപ്പോൾ അത് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ മറുവശത്തേക്കും ഒന്ന് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നൈറ്റിൻ്റെ ചീത്ത വശത്ത് ഈ നെക്കിൻ്റെ നല്ല വശം വരത്തക്ക രീതിയിൽ ഇതേപോലെ രണ്ടിൻ്റെയും സെൻറ്റർ ഒരുമിച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് നീളത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കാരണം മാക്സിയിൽ നിന്ന് ഇത് നീങ്ങി പോകാതെക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്ന് നെക്കിൻ്റെ ലെങ്ത്ത് വരെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നെക്ക് മാർക്ക് ചെയ്ത് വെച്ച ഈ ഒരു ലൈനിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് ആ ഒരു ഭാഗം എത്തുമ്പോൾ കറക്റ്റ് ചെയ്ത് പ്ലീറ്റ്സ് റെഡി അല്ലെന്ന് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇത് വീഡിയോ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് ഒത്തിരി സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. നമ്മൾ മാക്സി ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങിൻ്റെ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് കയറി ചെക്ക് ചെയ്യുക. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ തയ്യൽ തുമ്പ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് മാക്സിൻ്റെ നല്ല വശത്തേക്ക് മറിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ എഡ്ജിലൂടെ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കണോടെ ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഈ ഒരു അറ്റത്ത് കൂടെ നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് നെക്കിന് പൈപ്പിംഗ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടെ നമ്മൾ കറക്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ആ പ്ലീറ്റ്സിൻ്റെ ഭാഗത്തുമ്പോൾ ഒന്ന് പ്ലീറ്റ്സ് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് മറ്റേ ഷോൾഡർ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ കുറച്ച് വീതിയിലാണ് പൈപ്പിംഗ് പീസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പൈപ്പിംഗ് ഇത്ര വീതി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചെറുതായിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ഈ ഒരു ഭാഗവും ഒന്ന് പൈപ്പിംഗ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ക്രോസ് പീസിൻ്റെ നല്ല വശവും നൈറ്റിൻ്റെ നല്ല വശം തമ്മിൽ ഒരുമിച്ച് വരത്തക്ക രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ 1/4 ഇഞ്ച് തുന്നൽ തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഇത് ചെറുതായിട്ട് ഉൾവശത്തേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളിവിടെ ഫ്രണ്ട് നെക്ക് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്രോസ് പീസ് എടുത്തിട്ട് അതിൻ്റെ കോണായ വശങ്ങൾ തമ്മിൽ ഒരുമിച്ച് വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് അതൊന്ന് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നൈറ്റിയുടെ നല്ല വശത്ത് ഈ ക്രോസ് പീസിൻ്റെ നല്ല വശത്തൊക്കെ വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് തുന്നൽ തുമ്പ് ഇട്ടിട്ട് നമ്മൾ നെക്കിൻ്റെ അതേ റൗണ്ട് ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിത് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മളിത് ഫ്രണ്ട് ഭാഗമായിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തയ്യൽ തുമ്പ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എക്സ്ട്രാ വരുന്ന ക്രോസ് പീസിൻ്റെ എക്സ്ട്രാ വരുന്ന പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇത് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബാക്ക് സൈഡത്തെയും ഫ്രണ്ട് സൈഡത്തെയും നല്ല വശങ്ങൾ തമ്മിൽ ഒരുമിച്ച് വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചതിന് ശേഷം നമ്മൾ ബാക്ക് സൈഡത്തെ ക്രോസ് പീസ് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ടാണ് നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ആ ഭാഗം ഒന്ന്
കാണാം കേട്ടോ. ഫ്രണ്ട് വശത്തേക്ക് ക്രോസ് പീസ് വെച്ചതിന് ശേഷം ബാക്ക് സൈഡിൽ തന്നെ ഒന്നുകൂടെ അത് ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഷോൾഡർ ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് തുന്നൽ തുമ്പ് ഇട്ടിട്ട് ജോയിൻ ചെയ്തെടുക്കുക. മറ്റേ ഷോൾഡറും സെയിം ലെവലിൽ തന്നെ ജോയിൻ ചെയ്തെടുക്കുക. ഇനി ബാക്ക് സൈഡത്തെ നെക്ക് ഇതേപോലെ ആ ക്രോസ് പീസ് നമ്മൾ ചെറുതായിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നൈറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ മുമ്പ് കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഡൗട്ടുള്ളവർക്ക് അത് നോക്കാം. ഇനി അതിന് ശേഷം നമുക്കിത് സ്ലീവ് രണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് അടിവശം മടക്കി തയ്ക്കുക കൂടി ചെയ്താൽ നൈറ്റിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.